ചെന്നൈയിൽ 5 ദിവസത്തിലെ രണ്ടാമത്തെ ഏറ്റുമുട്ടൽ കൊലപാതകം. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് സിസിംഗ് രാജയെ ചെന്നൈ നീലങ്കരിയിൽ വെച്ചുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഇന്നലെ വൈകിട്ടാണ് ഇയാൾ ആന്ധ്രയിലെ കട്ടപ്പയിൽ നിന്ന് ചെന്നൈ പോലീസ് പിടികൂടിയത്. അഞ്ച് കൊലപാതക കേസുകളിലടക്കം 32 കേസുകളിൽ പ്രതിയാണ് സിസിംഗ് രാജ. കടപ്പയിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് ഇയാളെ ചെന്നൈയിലെത്തിച്ചത്. ഇന്ന് പുലർച്ചെ നീലങ്കരയിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകവെയാണ് ഏറ്റുമുട്ടൽ. ജീപ്പ് ആക്രമിച്ച് രാജയെ രക്ഷപ്പെടുത്താൻ കൂട്ടാളികൾ ശ്രമിച്ചു. ഇതിനിടെ വെടിവെച്ചെന്നാണ് പോലീസ് വിശദീകരണം. BSP നേതാവ് ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയാണ് സിസിംഗ് രാജ. കേസിലെ മറ്റൊരു പ്രതി തിരുവങ്കിടം ജൂലൈയിലുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് കാക്കത്തോപ്പ് ബാലാജി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ബുധനാഴ്ചയാണ്. 3 മാസത്തിനിടെ ഉണ്ടാകുന്ന മൂന്നാം ഏറ്റുമുട്ടൽ കൊലയിൽ പോലീസിനെതിരെ വിമർശനമുയരുന്നുണ്ട്. അരുൺ ചെന്നൈ പോലീസ് കമ്മീഷണറായതിനു പിന്നാലെ ഗുണ്ടകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രതികരണമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ ഉയരുന്നതിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമുണ്ട്. എന്നാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ മാത്രമാണ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് പോലീസിന്റെ വാദം. ചെന്നൈയിൽ നിന്നും ശ്രീകാന്ത് ഗൗരീശുപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24. വിചാരണ പൗരന്റെ അവകാശമാണ്. എൻകൗണ്ടർ കൊലപാതകം പോലീസ് രാജാണെന്ന് പറയാതെ വയ്യ.